എല്ലാവർക്കും ഇത്തിരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇത്തിരീസ് കിച്ചണിൽ തയ്യാറാക്കുന്ന വിഭവം ഉണക്ക ചെമ്മീൻ മപ്പാസ് ആണ്. ഉണക്ക ചെമ്മീൻ മപ്പാസ് ഒരു വ്യത്യസ്തമായ വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഇത്തിരീസ് കിച്ചൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോ കാണാം. ചെമ്മീൻ മപ്പാസ് തയ്യാറാക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറയാം. ഉണക്ക ചെമ്മീൻ 100 ഗ്രാം ഉണക്ക ചെമ്മീൻ. ഇത് 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, എങ്കിൽ മാത്രമേ ഉണക്ക ചെമ്മീൻ മപ്പാസ് തയ്യാറാക്കുന്നതിനുള്ള പരുവത്തിന് നമുക്കിത് കിട്ടുള്ളൂ. ഞാനിത് ഓൾറെഡി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കൃത്യമായും എല്ലാവരും വെള്ളത്തിലിട്ട് വെക്കണം ഉണക്ക ചെമ്മീൻ. അല്പം തേങ്ങ കൊത്തിയെടുത്തത്, 2 വറ്റൽമുളക്, തക്കാളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത്, സവോള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 മുറി തേങ്ങ, 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാല് 1/4 പാല് മാത്രം എടുത്തതിന് ശേഷമുള്ള പീര, അത് നമ്മൾ വറുത്ത് അരച്ചെടുക്കണം. ഉപ്പ്, എണ്ണ ആവശ്യത്തിന്, ഇത് രണ്ടും ആവശ്യത്തിന്. ചെമ്മീൻ മപ്പാസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാനില് ഒരൽപ്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് അല്ല, ചതച്ചത്. അതിനുശേഷം പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോ 2 മിനിറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാല് എടുത്തതിന് ശേഷമുള്ള പീര നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിടാം. അപ്പൊ നമ്മുടെ അരപ്പ് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോ ഏകദേശം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവായിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ, പെരിഞ്ജീരകത്തിന്റെ പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലായിടത്തും പിടിക്കുന്നത് പോലെ നമുക്ക് ഇളക്കി ചേർത്ത് പിടിപ്പിക്കാം. ഇത് കുറച്ച് കൂടുതൽ ഡ്രൈ ആണ്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുകൂടാതെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്
ഇത് രണ്ടും ചേർത്ത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 1-ാം പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 1-ാം പാല് കൂടെ തേങ്ങാപ്പാല് എടുത്ത് ചേർത്ത് നന്നായിട്ട് ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 3 മിനിറ്റ് വേവിക്കണം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ മപ്പാസ് കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത്തിരീസ് കിച്ചണിൽ ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് തയ്യാറാക്കിയ ഉണക്കച്ചെമ്മീൻ മപ്പാസ് വളരെ ഡിഫറൻ്റ് ആയിട്ട് തയ്യാറാക്കിയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് പലഹാരത്തിന്റെ ഇടിയപ്പം, അപ്പം മുതലായിട്ടുള്ള പലഹാരത്തിന്റെ കൂടെയോ അതല്ല ചോറിന്റെ കൂടെയോ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്തിരീസ് കിച്ചൺ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും റെക്കമെൻഡ് ചെയ്യണം. ബൈ.